ചുറ്റുമുള്ളവർ നിന്റെ മൂല്യം അവഗണിക്കുമ്പോൾ, നിന്റെ സാന്നിധ്യം തിരിച്ചറിയാതിരിക്കുമ്പോൾ, അവർ നിന്നെ അവഹേളിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മാർഗം? നിങ്ങളെ വിലമതിക്കാത്തവരെ, നിങ്ങളെ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നവരെ നിങ്ങളുടെ മുൻപിൽ തലകുനിച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ധാർമ്മികവും തന്ത്രപരവുമായ ഭാഗങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ മൂർച്ചയുള്ളതാക്കും. ഈ തന്ത്രങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഉണർത്തും. ഒന്ന്, നിന്റെ മൂല്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. ചാണക്യൻ പറയുന്നു, രത്നം അതിൻ്റെ തിളക്കം മറച്ചുവച്ചാൽ വെറുമൊരു കല്ലു മാത്രമാണ്. നിന്റെ ശക്തി, നിന്റെ കഴിവുകൾ, ഇവ നിന്റെ ഹൃദയത്തിൻ്റെ ഒരു ജ്വാലയാണ്. ആ ജ്വാലയെ നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നതിന് മുൻപ് നിന്റെ മനസ്സ് നിന്റെ മൂല്യത്തെ ഉൾക്കൊള്ളണം. ഈ തന്ത്രം അഹങ്കാരത്തെക്കുറിച്ചല്ല, ആന്തരിക ഉറപ്പിനെക്കുറിച്ചാണ്. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ നേട്ടത്തിൽ, നിങ്ങളുടെ പ്രവൃത്തികളിൽ ഈ തിളക്കം പ്രതിഫലിക്കണം. നിന്റെ സാന്നിധ്യം ഒരു വെളിച്ചമായി മാറുമ്പോൾ നിന്നെ അവഗണിക്കുന്നവർക്ക് ആ വെളിച്ചം ഒഴിവാക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ മൂല്യം ഒരു ജ്വാലയാണ്, അതൊരിക്കലും മങ്ങരുത്. ഈ തന്ത്രം നിങ്ങളുടെ യാത്രയുടെ തുടക്കമാണ്. നിന്റെ ശക്തിയെ ഉണർത്തുക, ലോകമത് തിരിച്ചറിയുക തന്നെ ചെയ്യും. 2, നിങ്ങളെ അംഗീകരിക്കാത്തവരുടെ മനസ്സറിയുക എന്നതാണ്. നിങ്ങളുടെ എതിരാളിയുടെ മനസ്സ് നിങ്ങളുടെ മൂർച്ചയേറിയ തന്ത്രമാണ്. നിങ്ങളോട് പെരുമാറുന്നവരുടെ ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ, ഭയങ്ങൾ, ഇവയാണ് നിങ്ങളുടെ തന്ത്രത്തിൻ്റെ താക്കോൽ. നിന്നെ വിലമതിക്കാത്തവരുടെ മനസ്സ് ഒരു ഭൂപടം പോലെ വായിക്കാൻ പഠിക്കുക. അവരുടെ വാക്കുകൾ, അവരുടെ മൗനം, ഇവ എന്താണ് പറയുന്നത്? ഈ രഹസ്യം മനസ്സിലാക്കുമ്പോൾ നിന്റെ വാക്കുകളും പ്രവൃത്തികളും കൃത്യമായി രൂപപ്പെടും. നിന്റെ തന്ത്രം അവരുടെ ഹൃദയത്തിൽ ഇടം നേടും. ഈ തന്ത്രം നിങ്ങളുടെ ബുദ്ധിയെ മൂർച്ചയുള്ളതാക്കും. 3, നിങ്ങളുടെ വാക്കിൻ്റെ ശക്തിയെ ഉപയോഗിക്കുക എന്നതാണ്. മധുരമായ വാക്കുകൾ ശത്രുവിൻ്റെ മനസ്സിനെ പോലും കീഴടക്കും. നിങ്ങളുടെ വാക്കുകൾ ഒരു പുഷ്പമാല പോലെ മനോഹരമായിരിക്കണം. അവർ ഹൃദയങ്ങളെ ആകർഷിക്കണം. നിന്നെ വിലമതിക്കാത്തവരോട് ദയയോടെ, ബുദ്ധിയോടെ സംസാരിക്കുക. നിങ്ങളുടെ വാക്കുകൾ അവരുടെ അഭിമാനത്തെ ഉണർത്തണം. പക്ഷേ നിന്റെ ലക്ഷ്യത്തിലേക്ക് അവരെ നയിക്കണം. ഒരു വാൾ പോലെ കൃത്യവും ഒരു മലർ പോലെ മൃദുവുമായിരിക്കണം. യഥാർത്ഥമല്ലെങ്കിൽ അവ പൊള്ളയാണ്. ഓരോ വാക്കുകളും ഹൃദയത്തിൽ നിന്നുയരണം. ഈ തന്ത്രം നിങ്ങളുടെ വാക്കുകളെ ഒരു കലയാക്കി മാറ്റുന്നു. ഹൃദയത്തിൽ നിന്നും വരുന്ന വാക്കുകൾ ഈ ലോകത്തെ മാറ്റും. നിങ്ങളുടെ സംസാരം നിങ്ങളുടെ ശക്തിയുടെ മുഖമാണ്. 4, സേവന സന്നദ്ധ. നിങ്ങളുടെ സേവന സന്നദ്ധ നിങ്ങളിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുമെന്നതാണ്. ചാണക്യൻ പറയുന്നു, നിന്റെ ഔദാര്യം നിന്റെ നിയന്ത്രണത്തിലായിരിക്കണം. ഔദാര്യം ഹൃദയങ്ങളെ ആകർഷിക്കണം. പക്ഷേ അത് നിന്റെ ലക്ഷ്യത്തിന് അനുഗുണമായിരിക്കണം. നിന്നെ വിലമതിക്കാത്തവർക്ക് ഒരു ചെറിയ സമ്മാനം നൽകുക. ഒരു ശ്രദ്ധ, ഒരു സഹായം. ഈ ഔദാര്യം അവരുടെ മനസ്സിനെ തുറക്കും. പക്ഷേ നിന്റെ മനസ്സ് നിന്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കണം. നിന്റെ കൈ ഹൃദയങ്ങളെ ആകർഷിക്കണം. നിന്റെ ബുദ്ധി നിന്റെ പാത നിയന്ത്രിക്കണം. ഈ തന്ത്രം ഔദാര്യത്തെ ശക്തിയാക്കി മാറ്റുന്നു. ധർമ്മത്തോടെ നൽകുന്ന സമ്മാനം ഹൃദയങ്ങളെ കീഴടക്കും. നിന്റെ ഔദാര്യം നിന്റെ തന്ത്രത്തിൻ്റെ പാലമാണ്. 5, നിന്റെ ശക്തിയുടെ രഹസ്യം സൂക്ഷിക്കുക എന്നതാണ്. ചാണക്യൻ പറയുന്നു, സിംഹം തൻ്റെ ശക്തി മുഴുവൻ വെളിപ്പെടുത്തുന്നില്ല. നിന്റെ കഴിവുകൾ ഒരു രഹസ്യമായി സൂക്ഷിക്കുക. അവ പ്രവൃത്തികളിലൂടെ വെളിപ്പെടട്ടെ. നിന്റെ വിജയങ്ങൾ നീ ഉച്ചത്തിൽ പ്രഖ്യാപിക്കേണ്ടതില്ല. നിന്റെ പ്രവൃത്തികൾ നിന്റെ ശക്തിയുടെ കണ്ണാടികളാകട്ടെ. നിന്നെ വിലമതിക്കാത്തവർ ഈ ശക്തി അനുഭവിക്കുമ്പോൾ അവർ സ്വയം നിന്റെ മൂല്യം മനസ്സിലാക്കും. നിന്റെ സാന്നിധ്യം ശാന്തവും ശക്തവുമായിരിക്കണം. ഈ തന്ത്രം നിന്റെ ശക്തിയെ മറ്റുള്ളവർ അറിയാതെ സൂക്ഷിക്കുന്നു.
നിന്റെ കഴിവുകൾ ഒരു നിഴൽ പോലെ കാണാം, പക്ഷേ പിടികൊടുക്കരുത്. ഈ മറ നിന്റെ ജീവിതത്തിൻ്റെ താക്കോലാണ്. സമയത്തെ നിന്റെ ശക്തനായ സുഹൃത്താക്കി മാറ്റുക എന്നതാണ് 6ാമത്തെ തന്ത്രം. ചാണക്യൻ പറയുന്നു, ശരിയായ സമയത്ത് വിതച്ച വിത്ത് മരമായി മാറും, അല്ലാത്തത് നശിച്ചു പോകും. നിന്റെ നീക്കങ്ങൾ സമയത്തിൻ്റെ താളത്തിനോട് ഒത്തുചേരണം. നിന്നെ വിലമതിക്കാത്തവർ ഒരു ദിവസം ദുർബലരാകും. ആ നിമിഷം നിന്റെ അവസരമാണ്. ക്ഷമയോടെ കാത്തിരിക്കുക. പക്ഷേ അവസരം വന്നാൽ ഒരു നിമിഷം പോലും പാഴാക്കരുത്. നിന്റെ ബുദ്ധി സമയത്തിൻ്റെ ഒഴുക്കിനെ മനസ്സിലാക്കണം. നിന്റെ തന്ത്രം അവരെ നയിക്കണം. ഈ തന്ത്രം ക്ഷമയെ ശക്തിയാക്കുന്നു. സമയം നിന്റെ തന്ത്രത്തിൻ്റെ താളമാണ്. അതിനോട് ഒത്തുചേർന്ന് നിന്റെ വിജയം രൂപപ്പെടുത്തുക. നിന്റെ ഉദ്ദേശങ്ങൾ ഒരു നിധി പോലെ രഹസ്യമാക്കി വയ്ക്കുക എന്നുള്ളതാണ് 7ാമത്തെ തന്ത്രം. ചാണക്യൻ പറയുന്നു, നിന്റെ പദ്ധതികൾ നിന്റെ മനസ്സിൻ്റെ അറയിൽ നിഗൂഢമായിരിക്കണമെന്ന. നിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ ആർക്കും വെളിപ്പെടുത്തരുത്. നിന്നെ വിലമതിക്കാത്തവർ നിന്റെ ഉദ്ദേശമറിഞ്ഞാൽ അവർക്ക് നിങ്ങളെ തളർത്തുവാനുള്ള അവസരം ലഭിക്കും. നിന്റെ പ്രവൃത്തികൾ അവർക്ക് വേണ്ടിയാണെന്ന് തോന്നിപ്പിക്കുക. പക്ഷേ നിന്റെ ലക്ഷ്യം നിന്റെ ഹൃദയത്തിൽ മാത്രം സൂക്ഷിക്കുക. നിന്റെ മനസ്സ് ഒരു കോട്ടയായിരിക്കണം. ഈ തന്ത്രം നിങ്ങളുടെ ലക്ഷ്യത്തെ സംരക്ഷിക്കുന്നു. ഉദ്ദേശത്തിൻ്റെ മറ നിന്റെ കവചമാണ്. അത് നിന്റെ വിജയത്തിൻ്റെ തന്ത്രമാണ്. ബന്ധങ്ങൾ നിന്റെ ശക്തിയുടെ സ്തംഭങ്ങളാക്കി മാറ്റുക എന്നതാണ് 8ാമത്തെ തന്ത്രം. ചാണക്യൻ പറയുന്നു, നിന്റെ സുഹൃത്തുക്കളെ നിന്റെ വിജയത്തിൻ്റെ അടിസ്ഥാനമാക്കുക എന്ന്. ബന്ധങ്ങൾ ഒരു സാമ്രാജ്യത്തിൻ്റെ അടിത്തറയാണ്. അവ ബുദ്ധിപൂർവം നിർമ്മിക്കണം. നിന്നെ വിലമതിക്കാത്തവരെ നിന്റെ ബന്ധങ്ങളുടെ ശൃംഖലയിലേക്ക് പതിയെ ആകർഷിക്കുക. ഓരോ ബന്ധവും നിന്റെ ലക്ഷ്യത്തിന് ഒരു പിന്തുണയാകണം. എന്നാൽ അത് ധർമ്മത്തിൻ്റെ പാതയിലുമായിരിക്കണം. നിന്റെ വാക്കുകളും പ്രവൃത്തികളും ഈ ബന്ധത്തെ ശക്തിപ്പെടുത്തണം. നിന്റെ സ്വാധീനം അവരിലൂടെ വളരണം. ഈ തന്ത്രം ബന്ധങ്ങളെ ശക്തമാക്കുന്നു. ധർമ്മത്തിലൂടെ നിർമ്മിച്ച ബന്ധങ്ങൾ നിന്റെ കോട്ടയായി മാറും. ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ് 9ാമത്തെ തന്ത്രം. ചാണക്യൻ പറയുന്നു, ക്ഷമയോടെ കാത്തിരിക്കുന്നവന് വിജയം സ്വന്തമാകുമെന്ന്. അത് നിന്റെ ദുർബലതയല്ല, നിന്റെ ശക്തിയുടെ അടയാളമാണ്. നിന്നെ വിലമതിക്കാത്തവർ ഒരു ദിവസം മാറും. അവരുടെ മനസ്സും അവരുടെ സാഹചര്യങ്ങൾ എല്ലാം മാറും. ക്ഷമയോടെ കാത്തിരിക്കുക. പക്ഷേ ഈ ക്ഷമ അനീതിയെ സഹിക്കാനല്ല, ശരിയായ നിമിഷത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. നിന്റെ മനസ്സ് ഒരു കോട്ട പോലെ ഉറപ്പുള്ളതാകണം. ഈ തന്ത്രം നിന്റെ വിജയത്തിൻ്റെ താക്കോലാണ്. ശരിയായ നിമിഷത്തിനായി കാത്തിരിക്കുക. നിന്റെ വിജയം നിന്റെ കൈകളിൽ എത്തുക തന്നെ ചെയ്യും. ധർമ്മം നിന്റെ ശക്തി കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് 10ാമത്തെ തന്ത്രം. ചാണക്യൻ പറയുന്നു, ധർമ്മത്തിൽ നിന്ന് വിധി ചലിക്കുന്നവൻ ഒരിക്കലും നിലനിൽക്കുകയില്ല എന്ന്. നിന്റെ എല്ലാ തന്ത്രങ്ങളും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കണം. നിന്നെ വിലമതിക്കാത്തവരെ ധർമ്മത്തിൻ്റെ പാതയിൽ നിന്റെ ശക്തി കാണിച്ച് സ്വാധീനിക്കുക. ധർമ്മം നിന്റെ തന്ത്രങ്ങൾക്ക് ആഴം നൽകുന്നു. അത് നിന്റെ വിജയത്തിന് ശക്തി പകരുന്നു. നിന്റെ പ്രവൃത്തികൾ ധർമ്മത്തിൻ്റെ വെളിച്ചത്തിൽ തിളങ്ങണം. അപ്പോൾ നിന്റെ സ്വാധീനം ശാശ്വതമാകും. ഈ തന്ത്രം നിന്റെ യാത്രയെ പൂർണ്ണമാക്കുന്നു. ധർമ്മം വിജയത്തിൻ്റെ അടിത്തറയാണ്. അതിനെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.